പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി പീഡനങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോലീസുകാരോട് എന്താണ് ഉപദേശിക്കാനുള്ളത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ. പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ്സ് എല്ലാ സമയത്തും ഒരേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ പ്രൊഫഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ ബേസും ഉണ്ടായിരിക്കണം. ഒരു മൂല്യങ്ങളിൽ ഊന്നി വളരെ ഹൈ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ടാസ്കിലും പ്രൊഫഷണലിസം നിലനിൽക്കുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ ഫോഴ്സായി മാറുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് സമയം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നു. പലപ്പോഴും നിങ്ങൾ പ്രൊഫഷണലിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അടിസ്ഥാനപരമായിട്ടുള്ള ഡ്രില്ലുകൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊഫഷണലിസത്തിൽ. അത് ഏറ്റവും ചെറിയ ടാസ്കിലായാലും ഏറ്റവും വലിയ കാര്യങ്ങളിലായാലും അടിസ്ഥാനപരമായിട്ടുള്ള ഡ്രില്ലുകൾ, പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോറിൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, നമ്മളവിടെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമത്തിൽ പറയുന്നത് ഒരാളെ ടച്ച് ചെയ്തുകൊണ്ട് അയാളുടെ റീസൺസ് ഓഫ് അറസ്റ്റ്, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് നമ്മളവരെ ബോധ്യപ്പെടുത്തി ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കയറ്റാവുന്നതാണ്. പക്ഷെ നമ്മൾ ദൈനംദിന പോലീസിംഗിൽ നീ വണ്ടി കയറുക എന്നുള്ളതാണ് നമ്മളുടെ അറസ്റ്റ്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ഫോറിൻ സിനിമകളിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ ആദ്യം യുവർ അണ്ടർ അറസ്റ്റ് എന്നുള്ള കാര്യം പറയുന്നതിന് മുമ്പ് അവർ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റും നിങ്ങളുടെ ഡിഫൻസിനുള്ള നിങ്ങളുടെ റൈറ്റിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം അവർ അറസ്റ്റിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ ഇമ്മൊബിലൈസ് ചെയ്യുകയും അവരെ സെർച്ച് ചെയ്യുകയും അതിനുശേഷം അവരെ വാഹനത്തിൽ കയറ്റുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില സിനിമകളിലൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. തലയുടെ മുകളിൽ കൈവച്ചതിന് ശേഷമാണ് പുഷ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നത്. കാരണം തല ഇടിച്ച് പോലീസ് വാഹനത്തിൽ അയാൾക്കൊരു പരിക്ക് പറ്റാൻ പാടില്ല എന്നുള്ള കെയർ ആൻഡ് പ്രിക്കോഷൻ വരെ അവിടെ പല ഫോഴ്സുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ വിദേശത്തിലുള്ള പോലീസ് ഏജൻസീസ് അത്രയും മൈന്യൂട്ടായിട്ട് അതിന്റെ ഡ്രില്ല്, അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലെ തന്നെ ഓരോ മൈന്യൂട്ട് ടാസ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിലൊരു യൂണിഫോമിറ്റി വരുമ്പോൾ അത് ആരായാലും അതേത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ടാസ്ക് അല്ലെങ്കിൽ ആ ഡ്രില്ല് പെർഫോം ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് അതിൽ നമുക്ക് പിഴവുകൾ സംഭവിക്കില്ല എന്നില്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു പ്രൊഫഷണലിസം അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രൊഫഷണലിസം നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരാണ് നമ്മളെ സമീപിക്കുന്നത് എന്നുള്ളതും ആര് പരാതിക്കാരനാണ്, ആരാണ് പ്രതി എന്നുള്ള വ്യത്യാസങ്ങളില്ലാതെ ഈ സ്റ്റാൻഡേർഡ്സ് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു SOP നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ദൈനംദിന ജോലികളിൽ, ദൈനംദിന കൃത്യനിർവഹണത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതില് പലപ്പോഴും ഈ പ്രൊസീജിയർ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു വെല്ലുവിളിയും കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏത് പോലീസ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള പ്രൊസീജിയറുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഉത്തരവാദിത്വവും വലിയൊരു വെല്ലുവിളിയും കൂടിയാണ്. ഞങ്ങള് നാഷണൽ പോലീസ് അക്കാഡമിയിലെ ഒരു ട്രെയിനിങ്ങിന്, ഞങ്ങളുടെ മിഡ് കാരിയർ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ മാഡം വന്ന് ഫാക്കൽറ്റി ആയിട്ട് അവിടെ ട്രെയിനറിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഫോറിൻ ഏജൻസീസിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഫോറിൻ ഏജൻസിയിലെ ഒരു ഫോറിൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, ഒരു പോലീസ് ഫോഴ്സ്, യൂറോപ്പിലെ ഒരു ഫോഴ്സാണ്, ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അവരവരുടെ ഒരു കേസ് സ്റ്റഡി പ്രസന്റ് ചെയ്യുകയാണ്. ആ കേസ് സ്റ്റഡിയിൽ അവർ പറയുന്ന വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. ആ കേസ് സ്റ്റഡിയിൽ അവർ പറഞ്ഞ ഒരു കാര്യം, ഒരു കേസ് സോൾവ് ചെയ്ത ഒരു വിധമാണ്. ആ കേസ് സോൾവ് ചെയ്തത് അവിടെ ആദ്യമായിട്ട് 2 പെൺകുട്ടികളും ഒരു അമ്മയും ഒരു രണ്ടാനച്ഛനുള്ള ഒരു ഫാമിലിയിൽ ഒരു ആദ്യത്തെ പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു. അപ്പോ മിസ്സിംഗ് ആയതിനു ശേഷം ഇവർ ആ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നു. അപ്പോ ഈ രണ്ടാനച്ഛന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ്, ഡ്രഗ് അബ്യൂസും
മറ്റ് പ്രശ്നങ്ങളൊക്കെയുള്ള ആളാണ്. പക്ഷെ ഈ പെൺകുട്ടിയുടെ വേറെ അബൌട്ട്സിനെ കുറിച്ച് യാതൊന്നും പോലീസ് ഏജൻസിക്ക് കിട്ടുന്നില്ല. ഇയാളെയും ഇയാളോടും അധികം സംസാരിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഒരു എവിഡൻസും കിട്ടുന്നില്ല. കാര്യമായിട്ടുള്ള സെർച്ചൊക്കെ നടത്തി. അതിനുശേഷം 2-3 വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലെ രണ്ടാമത്തെ കുട്ടിയും കൊല്ലപ്പെടുന്നു. ആദ്യത്തെ കുട്ടി മിസ്സിംഗ് ആണ്, രണ്ടാമത്തെ കുട്ടി കൊല്ലപ്പെടുകയാണ്. രണ്ടാമത്തെ കുട്ടി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവര് കൂടുതൽ ഇന്റൻസീവായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അവസാനം ഇയാളുടെ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള ഒരു ഡിസ്ക് അനലൈസ് ചെയ്തതിൽ ഒരു ഇമേജ് കിട്ടുകയും അതിലൊരു സെക്ഷലായിട്ട് ഈ കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു പാർഷ്യലായിട്ടുള്ള ഒരു ഇമേജ് കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ സെക്ഷൽ ഇമേജിലുള്ള പ്രൈവറ്റ് പാർട്സിനെ തന്നെ അവര് ഫോറൻസിക് ഒപ്പീനിയൻ എടുത്ത് ഇത് ഈ പറയുന്ന രണ്ടാനച്ഛൻ്റെതാണ് എന്നുള്ളൊരു ഒപ്പീനിയൻ എടുത്ത് അവര് ആ കേസ് അയാളുടെ കമ്മിറ്റ് ചെയ്ത മർഡർ ആണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അയാളിൽ നിന്ന് ആദ്യത്തെ കുട്ടിയും കൊല്ലപ്പെട്ടു എന്നുള്ള സംഭവം മനസ്സിലാവുകയും പിന്നെ അവരുടെ ബോഡി റിക്കവറി ഒക്കെ ചെയ്ത ഒരു കേസാണ്. അപ്പൊ ഈ കേസ് സ്റ്റഡി വളരെ കാര്യമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞൊരു കാര്യം, ഇത് നമ്മുടെ പോലീസിംഗിലായിരുന്നെങ്കിൽ ഇത് 2 ദിവസത്തിൽ കൂടുതൽ ഈ കേസ് അന്വേഷിക്കേണ്ടതായിട്ട് വരില്ല. കാരണം ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ സംശയമുള്ളവനെ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കും. ആദ്യത്തെ ദിവസം അവനെ തന്നെ കസ്റ്റഡിയിൽ എടുത്ത് 2 ചോദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ അവൻ പറഞ്ഞു തരും. നമ്മൾ ഇതിനോടകം ഒരു കേസ് സോൾവ് ചെയ്യുക മാത്രമല്ല, രണ്ടാമത്തെ ക്രൈം നമ്മൾ പ്രിവെന്റ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്താ പറയാ, രണ്ടാമത്തെ മർഡർ ഇവിടെ പ്രിവെന്റഡ്. അപ്പോ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊസീജിയർ ഒരിക്കലും ഒരാളെ വിത്തൗട്ട് എവിഡൻസ് ഒരാളെ ഇല്ലീഗലായി കസ്റ്റഡിയിൽ എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നമ്മളുടെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനോ ഒന്നും അവരുടെ നിയമം അനുവദിക്കുന്നില്ല. ടോട്ടലി എവിഡൻസ് ബേസ്ഡ് പോലീസിംഗ് ആണ്. ഹ്യൂമൻ റൈറ്റ്സും മറ്റ് റൈറ്റ്സിനെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണ പ്രക്രിയയാണ്. ഇത് പ്രൊഫഷണൽ പോലീസിംഗിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതേ പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും നിയമത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള കൂടുതൽ ഹാർഡ്ഷിപ്പ് ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മളുടെ പോലീസിംഗില് ഇൻവെസ്റ്റിഗേഷനിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് അക്യൂസ്ഡ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ. പ്രതി എന്ന് പറയുന്നു, പ്രതിയെ ചോദ്യം ചെയ്ത് പ്രതിയിൽ നിന്നാണ് നമ്മൾ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പല കേസിലും നമ്മൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രതിയുടെ എതിരെയുള്ള തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം പ്രതിക്ക് തന്നെ പ്രതിയുടെ നേരെയുള്ള എവിഡൻസ് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മളുടെ പ്രൊഫഷണൽ പോലീസിംഗിൽ നിന്ന് മാറേണ്ട കാലം അതിക്രമിച്ചു. ഒരു അക്യൂസ്ഡ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് എവിഡൻസ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നമ്മൾ മാറേണ്ട കാലം അതിക്രമിച്ചു. ഈ കാലഘട്ടം നമ്മളിപ്പോഴും പലരും പല പോലീസ് സ്റ്റേഷനിലും പല അന്വേഷണ ഉദ്യോഗസ്ഥരും പല CD ഫയലുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അക്യൂസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ ഇപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നിയമത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ, നിയമത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ, നിയമത്തിന്റെ പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമ്മളുടെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജനങ്ങളോടുമുള്ള നമ്മളുടെ ഇന്ററാക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ SOPയുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നേരെയുള്ള എല്ലാ അലിഗേഷൻസിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഇന്ററാക്ഷൻ വിത്ത് ദ പബ്ലിക് ആണ്. പബ്ലിക്കുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര കണ്ട് പ്രൊഫഷണൽ ആണ് എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കായി വരുന്ന ഒന്നാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ
ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെടുകയും അത് പിന്നീട് ഫർദർ അതിന്റെ കറക്റ്റ് വെർഷൻ വരികയും ചെയ്തു. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ബിഹേവിയർ ഒന്നുകൊണ്ട് മാത്രമാണ് അതിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരുന്നത്. കാരണം ഇത്രയും അധികം പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടും അദ്ദേഹം ഒരു വാക്ക് പോലും മോശമായി സംസാരിച്ചില്ല. ഒരു വാക്ക് അദ്ദേഹം മോശമായി സംസാരിച്ചിരുന്നെങ്കിൽ കൗണ്ടറായിട്ട് നമുക്ക് എന്ത് എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിലും പറയുമായിരുന്നു പോലീസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ പോലീസ് പോലീസ് സംസാരിച്ച രീതി അത് അവിടെ തെറ്റായിരുന്നു എന്നാണ്. പോലീസ് എന്തൊക്കെ തന്നെയായാലും പോലീസിനെ തെറി വിളിക്കാൻ ആരാണ് അധികാരം കൊടുത്തതെന്നൊരു ചോദ്യം അവിടെ അപ്പൊ തന്നെ വന്നേനെ. പക്ഷെ അറ്റ്മോസ്റ്റ് പ്രഷറിലും അദ്ദേഹം വളരെയധികം സമചിത്തതയോടുകൂടി തന്നെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ ചുരുക്കം ചിലർക്ക് നമ്മളിൽ വളരെ ചുരുക്കം പേർക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ ബിഹേവിയർ ചിലപ്പോൾ സാധ്യമായെന്ന് വരികയുള്ളൂ. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി, നമ്മൾ പ്രതികളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, നമ്മൾ ഒരാളെ ഡിറ്റെയിൻ ചെയ്യുന്ന രീതി, അതിൽ പാലിക്കപ്പെടേണ്ട നടപടിക്രമങ്ങൾ, ഓരോ മൈന്യൂട്ട് ടാസ്കും അതിൽ എത്ര കണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രൊഫഷണലിസത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന കാഴ്ചപ്പാടിലാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാല്യൂ സിസ്റ്റം. വാല്യൂ ഇല്ലാതെ പ്രൊഫഷണലിസം നിലനിൽക്കില്ല. നിങ്ങൾ എത്ര നല്ല കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അല്പസ്വല്പം പൈസ മേടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതും മാച്ച് ആവില്ല. പ്രൊഫഷണലിസം അതൊരിക്കലും ഒരു പ്രൊഫഷണലിസം ആയിരിക്കില്ല. ഞാൻ എത്ര നല്ല പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിലും, എത്ര നല്ല കേസുകൾ തെളിയിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ എത്ര മനോഹരമായി ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം, ആ പ്രൊഫഷണലിസം എപ്പോഴും ഒരു വാല്യൂ സിസ്റ്റത്തിൽ ഊന്നിയിട്ടുള്ളതായിരിക്കണം. ഈ വാല്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ജസ്റ്റിഫൈഡ് ആൻഡ് ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം ആയിരിക്കണം. അതായത് വ്യക്തികൾ തമ്മിൽ നമ്മൾക്ക് ഒരു ഭാവഭേദം അല്ലെങ്കിൽ പക്ഷഭേദം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മുന്നിൽ വരുന്ന പരാതിക്കാരൻ അതാര് തന്നെയായാലും ആ പരാതി ഏത് ചെറിയ പരാതിയും ഏത് സമൂഹത്തിൽ ഏത് അടിത്തട്ടിൽ നിന്ന് വരുന്ന വ്യക്തിയുടെ പരാതി ആയാലും അയാളോടുള്ള നമ്മുടെ ബിഹേവിയർ അത് ഒരേപോലെ ആയിരിക്കുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ പോലീസ് ഫോഴ്സ് ആവുന്നത്. മുകളിലത്തെ ഓഫീസിൽ നിന്ന്, ഇപ്പൊ കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇന്നൊരു പരാതിക്കാരൻ വരും എന്ന് പറഞ്ഞതുകൊണ്ട് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അയാൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുകയും അതേസമയം തന്നെ വീട്ടിലെ ഒരു ഗാർഹിക പ്രശ്നമോ അല്ലെങ്കിൽ അയൽവക്ക തർക്കവുമായിട്ട് വരുന്ന വേറൊരു വ്യക്തിയോട് നമ്മൾ വേറൊരു രീതിയിൽ ബിഹേവ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു പ്രൊഫഷണൽ പോലീസ് ഫോഴ്സിന്റെ ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പല ജനങ്ങളും സീനിയർ ഓഫീസേഴ്സിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ താഴെത്തട്ടിൽ വിളിച്ചു പറയണമെന്ന്? കാരണം ഒരു ഗ്യാരണ്ടി ഇല്ല. പോലീസ് സ്റ്റേഷനിൽ എന്ത് ബിഹേവിയർ ആണ് ചിലപ്പോൾ കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ പലർക്കും പല ഗ്യാരണ്ടി ഇല്ല. കൃത്യമായിട്ടുള്ള നീതി കിട്ടണം, കൃത്യമായിട്ടുള്ള ബിഹേവിയർ കിട്ടണം, റെസ്പെക്ട്ഫുൾ ബിഹേവിയർ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലരും ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തിനോടോ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ പോലീസിലെ സീനിയർ ഉദ്യോഗസ്ഥരോടൊക്കെ വിളിച്ചു പറയുന്ന സാഹചര്യം അത് നമ്മളുടെ ഒരു ലാക്ക് ഓഫ് പ്രൊഫഷണലിസത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കൂടി നമ്മൾ കാണണം. നമ്മളുടെ ജനങ്ങളോടുള്ള ബിഹേവിയറിൽ ഉള്ള ഒരു ലാക്ക് ഓഫ് പ്രൊഫഷണലിസത്തിന്റെ ബിഹേവിയർ അത് എത്ര കണ്ട് നമുക്ക് നന്നാക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയാ നമ്മളെ തന്നെ റിഫോം ചെയ്തുകൊണ്ടിരിക്കുക. പലപ്പോഴും സില്ലിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഈ SP റാങ്കിലായിട്ട് കൂടി എന്നെ ഫോണിൽ വിളിച്ച് വേലിക്ക് അപ്പുറത്ത് കോഴി പോകുന്ന സൗണ്ട് കേൾപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനടക്കം ഇങ്ങനത്തെയുള്ള പരാതികൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെത്തട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിരവധി പേര് ഇതുപോലെ സമാനമായിട്ടുള്ള നിങ്ങളുടെ PROs ആയാലും പെറ്റീഷൻ ഹാൻഡിൽ ചെയ്യുന്നവരായാലും എല്ലാവരും വളരെ ചെറിയ കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവും. എല്ലാവരോടും തറോലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ
പ്രൊസീജിയറുകൾ, ദൈനംദിന പ്രൊസീജിയറുകളിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അത് ഇതിലും ബാധകമാണ്. എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു, ഒരു വ്യക്തിയെ വന്നാൽ അവിടെ ഇരുത്താനും അല്ലെങ്കിൽ അവരുടെ പരാതി അസർട്ടൻ ചെയ്യാനും അവർക്കൊരു റെസീപ്റ്റ് കൊടുക്കാനും അവരുടെ പരാതി എങ്ങനെ തീർപ്പാക്കി എന്നുള്ളത് അവരെ അറിയിക്കാനും ഒക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രൊഫഷണലിസത്തിന് വലിയ രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും. നമ്മളുടെ ദൈനംദിന ടാസ്കുകളിൽ ഓരോ ടാസ്കും നമ്മൾ ചെയ്യുമ്പോൾ ഇത് എത്ര കണ്ട് പ്രൊഫഷണൽ ആണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എത്ര കണ്ട് ഞാൻ ഈ വർക്ക് പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പല പോലീസ് സ്റ്റേഷനുകളിൽ ഞാൻ പോകുമ്പോൾ പറയാറുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷനിലും പല സ്ഥലങ്ങളിലായിട്ട് എന്റെ എസ്എച്ച്മാർക്കൊക്കെ കേട്ട് പഴകിയിട്ടുണ്ടാവും. 194 കേസുകളുടെ സാധനങ്ങളാണ്. 194 കേസുകളിൽ ഏതെങ്കിലും ഒരു നമ്മളൊരു ആത്മഹത്യ നടത്തിയ സ്ഥലം അല്ലെങ്കിൽ ആരെങ്കിലും ഡ്രോണിങ് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇൻക്വസ്റ്റിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൂടി കെട്ടിക്കൂട്ടി ഒരു കവറിലാക്കി അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രൊഫഷണലി അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി എടുത്ത ഈ സാധനം എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആണ്. കൃത്യമായ സീഷർ മഹസർ പ്രകാരം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നാളെ കോടതിയിലായാലും ഒരുപക്ഷെ പ്രസന്റ് ചെയ്യപ്പെടേണ്ട എവിഡൻസ് ആണ്. ആ എവിഡൻസ് ആണ് പലരും മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോൺ 4 മൊബൈൽ ഫോൺ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി അതിന്റെ പുറത്ത് ഒരു സ്ലിപ്പ് എഴുതി ക്രൈം നമ്പർ എത്ര എന്ന് പറഞ്ഞ ഏതെങ്കിലും വലിപ്പിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. അതിനുശേഷം പിന്നെ 194 കേസുകളായതുകൊണ്ട് ചിലപ്പോൾ തിരിഞ്ഞു നോക്കില്ല, വർഷങ്ങളോളം അത് അവിടെ കിടക്കും. ഇത് നമ്മളുടെ ലാക്ക് ഓഫ് പ്രൊഫഷണലിസത്തിന്റെ വേറെ ഒരു ഇതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും ദൈനംദിന വർക്കിൽ നിരവധി കാര്യങ്ങൾ പ്രൊഫഷണലിസം കൊണ്ടുവരേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എത്ര കണ്ട് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ വാല്യൂ സിസ്റ്റത്തിന്റെ പ്രാധാന്യം ഒന്നും കൂടി എടുത്തു പറയുന്നത്. നമ്മുടെ ലെജിറ്റിമസി ഈസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ സിസ്റ്റം. നിങ്ങളൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾ ഇംപാർഷ്യൽ ആണ് എന്നുള്ള ഉറപ്പ് താഴെത്തട്ടിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാക്കിന് ഒരു വിലയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇംപാർഷ്യൽ അല്ല എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതിന് ഒരു ആക്സെപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ടും വാല്യൂ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ സെൽഫ് അപ്ഡേഷൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല സിനിമയില് ഒരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ, നസീർ മരിച്ചത് ഇതുവരെ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പലർക്കും നിയമത്തിലെ പല പ്രൊവിഷനുകളും ചേഞ്ച് ചെയ്തത് ഇപ്പോഴും അറിഞ്ഞുകൂടാ. നിയമത്തിലെ പല പ്രൊവിഷനുകളും കാലാഹരണപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പഴയ ട്രെയിനിങ്ങില് അന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞതോ അല്ലെങ്കിൽ കേസ് എഴുതാൻ ആദ്യമായിട്ട് അടുത്തിരുത്തിയ ASIO SIO ഗ്രേഡ് SIO ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണോ ഒന്ന് പഠിപ്പിച്ചത് അതേ കാര്യം തന്നെ വർഷങ്ങളോളം ഒരേപോലെ തന്നെ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. സെൽഫ് അപ്ഡേഷൻ നടക്കുന്നില്ല. എന്റെയും ഞാനടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്ന ഒന്നാണ് ഈ സെൽഫ് അപ്ഡേഷൻ. നിയമത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ ഫോറൻസിക് ആയിട്ടുള്ള നമ്മളുടെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചിട്ട് നമുക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള അറിവില്ലായ്മ, ഇതൊക്കെ നമ്മളുടെ സെൽഫ് അപ്ഡേഷൻ ചെയ്യാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് ചെയ്യേണ്ടതും നമ്മളുടെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ മുകളിൽ നിന്ന് കാത്തിരുന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ച് നിങ്ങളെ ബലമായി വലിച്ചിറക്കി ട്രെയിനിങ് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി നിങ്ങളെ പഠിപ്പിച്ച് എടുത്ത് എന്താ പറയാ വീണ്ടും ശരിയാക്കണം, എന്നേക്ക് ആരും ട്രെയിനിങ് തന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ അതിൻ്റെ അകത്ത് തെറ്റാണ്. സെൽഫ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സോഫ്റ്റ്വെയറുകൾ ഇതിനോടകം എത്ര തവണ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. സെൽഫ് അപ്ഡേഷൻ
മൊബൈൽ ഫോണിൽ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ആ സെൽഫ് അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരിക്കണം. നിയമത്തിൽ എന്താണ് പുതിയ പ്രൊവിഷൻ, എന്താണ് പുതിയ ജഡ്ജ്മെന്റുകൾ, എന്താണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ജഡ്ജ്മെന്റ് വന്നു. ബ്രത്ത് അനലൈസർ ചെയ്യുമ്പോൾ കാലിബ്രേഷൻ ചെയ്യണം, 0യിലേക്ക് കാലിബ്രേറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ടെസ്റ്റ് ചെയ്യാനാണ് എന്നുള്ള ഹൈക്കോടതിയുടെ വിധി. ഇത് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സെൽഫ് അപ്ഡേറ്റഡ് അല്ല, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും സെൽഫ് അപ്ഡേറ്റഡ് അല്ല. അത് സെൽഫ് അപ്ഡേഷന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്, ഇന്നോവേറ്റീവ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ത് പുതിയ കാര്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വസ്തുത, എന്ത് പുതിയ കപ്പാസിറ്റി ബിൽഡിംഗ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നു, അതും വളരെ പരമപ്രധാനമാണ്. കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതാണ്. ഓരോ മൊബൈൽ ഫോൺ എവിഡൻസ്, ഇന്ന് മൊബൈൽ ഫോണിന്റെ എവിഡൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആണ്. മൊബൈൽ ഫോൺ നമ്മളൊരു അക്യൂസ്ഡിൽ നിന്ന് സീസ് ചെയ്യുന്ന നിമിഷം മുതൽ ആ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. വ്യക്തിയിൽ, പ്രതിയിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബാക്ക് ചെയ്യുക, സീൽ ചെയ്യുക, നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയം തന്നെ നമ്മൾ ചെയ്യുന്ന അന്വേഷണത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇരിക്കുന്നതും അതേ മൊബൈൽ ഫോണിലാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോറൻസിക് അനാലിസിസ് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഞാൻ ഇന്നൊരു മൊബൈൽ ഫോൺ സീസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്ന വേഗത ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഇൻവെസ്റ്റിഗേഷനെ ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ സയന്റിഫിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കോടതിയിൽ എവിഡൻസ് അഡ്മിസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം കൂടി പോലീസ് നമ്മുടെ ഒരു മർഡർ കേസിലെ അക്വിറ്റലില് കാരണമായി പറഞ്ഞത് പ്രതിയുടെ, വിക്ടിമിന്റെ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ മൊബൈൽ ഫോൺ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ആരോ എടുത്ത് അറ്റൻഡ് ചെയ്തു. ആ ഫോണാണ് പിന്നീട് നമ്മൾ പ്രതിയിൽ നിന്ന് റിക്കവറി ചെയ്തത്. സ്വാഭാവികമായിട്ടും കോടതി അതിൽ വലിയൊരു രീതിയിലുള്ള സംശയം പ്രകടിപ്പിച്ചു. ഇത് ഓരോ കേസിനെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കേസിലും ഇതിന്റെ പല പല റിഫ്ലക്ഷൻസ് ഉണ്ടായിരിക്കും. എന്തൊക്കെ പുതുതായിട്ട് നമുക്ക് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം കൂടി ഇതിൽ പറഞ്ഞതുകൊണ്ട് തന്നെ പശ്ചാത്തല സൗകര്യ വികസനം ആദ്യം പറഞ്ഞ വിഷയം തന്നെയാണ്. ഉദ്ഘാടന പ്രസംഗത്തിലും പ്രാരംഭ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനം വളരെയധികം വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നമ്മളുടെ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെയൊക്കെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൂടി നമുക്ക് പോലീസ് സ്റ്റേഷനുകളിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനുകളിൽ എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമാണ് തൊണ്ടി റൂം. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാധനമാണ് പോലീസ് സ്റ്റേഷനിലേത് തൊണ്ടി റൂം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് തൊണ്ടി റൂം. ഇപ്പോ ഒരു നമ്മള് CBIയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സെർച്ചിന് പോയി കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഓരോ കടലാസ്, ഡോക്യുമെന്റ് 1, 2, 3, ഐറ്റം 1, 2, 3 സീഷർ മാസ്റ്ററിൽ എഴുതുന്ന ഓരോ സാധനവും CBIയില് ഒരു മാൽഖാനയുണ്ട്. ആ മാൽഖാനയ്ക്ക് ഒരു ഇൻചാർജ് ഉണ്ട്. അയാളുടെ അടുത്ത് കൊണ്ടുപോയി അത് ഡെപ്പോസിറ്റ് ചെയ്യണം. അയാൾ കൃത്യമായിട്ട് അത് മാൽഖാന രജിസ്റ്ററിൽ എൻട്രി ചെയ്യും. അതിനൊരു MR നമ്പർ കൊടുക്കും. ഈ MR നമ്പർ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറാണ്. ഇനി നാളെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സാധനം അയാൾക്ക് അന്വേഷണത്തിന് വേണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ മാൽഖാന ഇൻചാർജിന്റെ അടുത്ത് പോയി ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് ഈ സാധനം അല്ലെങ്കിൽ ഈ ഒരു എവിഡൻസ് അയാൾക്ക് പിന്നീട് എടുക്കാൻ കഴിയുള്ളൂ. ഇത് വളരെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മളുടെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ആര് സെർച്ചിന് പോയി, എന്തൊക്കെ സാധനങ്ങൾ സീസ് ചെയ്തു, എന്തൊക്കെ സാധനങ്ങൾ ഫോറൻസിക്കിലേക്ക് അയച്ചു, എന്തൊക്കെ സാധനങ്ങൾ ഫോറൻസിക്കിലേക്ക് അയക്കാൻ ബാക്കി കിടക്കുന്നു, എവിടെയാണ് സീസ് ചെയ്ത സാധനങ്ങൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പോഴും കൃത്യമായിട്ടുള്ള രേഖകൾ പല സ്ഥലങ്ങളിലില്ല. അത് നമ്മളുടെ ഒരു പാളിച്ചയാണ്. അതിനൊരു മെയിൻ
മെയിൻ ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു 20 റൂം ഇല്ലാത്തതാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള 20 റൂം. ആദ്യം പറഞ്ഞ ഒന്ന് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിന് പകരം വയ്ക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ 8 മണിക്കൂർ സമയക്ലിപ്തതയോടുകൂടി ഉള്ള ഒരു ഡ്യൂട്ടി പാറ്റേണിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാറേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും എല്ലാവർക്കും, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും, ഓഫീസേഴ്സിനടക്കം, ഇൻക്ലൂഡിംഗ് ഓഫീസേഴ്സ്, SI-മാര്, ഇൻസ്പെക്ടർമാർ, എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം. 8 മണിക്കൂർ സമയക്ലിപ്തതയോട് കൂടി തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അത് ആ സമയക്ലിപ്തത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ പ്രൊഫഷണലിസം ഇംപ്രൂവ് ചെയ്യും. ഒരു ക്വാളിറ്റി, കൊടുക്കുന്ന ക്വാളിറ്റി വളരെയധികം നന്നായിരിക്കും. അപ്പൊ അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഭാവിയിലേക്ക് മുന്നോട്ട് പോകുന്തോറും കേസുകളുടെ എണ്ണം കൂടുന്നു, കേസുകളുടെ കോംപ്ലക്സിറ്റി കൂടുന്നു. ഈ കാര്യങ്ങളിൽ എല്ലാത്തിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. മൊബിലിറ്റി ഒരു പ്രധാന വിഷയമാണ്. അതും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ മൊബിലിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പ്രൊഫഷണലിസം ഒരു ദൈനംദിന പ്രോസസ്സായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതും സ്വയം നമ്മളെ തന്നെ റിഫോം ചെയ്യേണ്ടതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരോ വ്യക്തിയും അവരുടെ ദൈനംദിന ഡ്യൂട്ടി കൃത്യമായി എത്ര കണ്ട് പ്രൊഫഷണൽ ആക്കാൻ സ്വയം കഴിയും എന്നുള്ള ഒരു ആത്മപരിശോധന എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും പലരും എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ഫറിനൊക്കെ വരുമ്പോൾ പലരും പറയും, ഞാൻ ചോദിക്കുന്നത് കേസ് എഴുതാൻ അറിയോ? കേസ് എഴുതാൻ അറിയില്ല. എത്ര വർഷത്തെ സർവീസായി? 30 വർഷത്തെ സർവീസായി. എന്തുകൊണ്ടത് കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു ലാക്ക് ഓഫ് പ്രൊഫഷണൽ അപ്രോച്ച് ആണ്. എനിക്ക് ആ കേസ് എഴുതാൻ അറിയുന്നില്ല. 30 വർഷമായി ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി, ഇത്രയും കാലം പോലീസ് സ്റ്റേഷനിലിരുന്നു. ഞാൻ ഒരിക്കലും ഒരു കേസ് എഴുതുന്ന കാര്യത്തിലേക്ക് എനിക്ക് സ്വയം അതിൽ പോകാനായിട്ട് ഞാൻ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. അതെല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വിഷയം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, അതുപോലെ തന്നെ ആ പ്രൊഫഷണൽ അപ്രോച്ചിന് വേണ്ടിയുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രയത്നം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓഫീസേഴ്സ് അസോസിയേഷന് കഴിയട്ടെ. ഈ അവസരത്തിൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പോലീസുകാരെ ഇതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ പോലീസുകാരും കുറ്റവാളികളല്ല. ന്യൂനപക്ഷമായ കുറച്ച് പോലീസുകാർ ചെയ്യുന്ന വിവരക്കേട് ബഹുഭൂരിപക്ഷം വരുന്ന പോലീസ് സേനയ്ക്ക് അപമാനമാണ്.